എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇപ്പോൾ മാങ്ങ സീസൺ ആണല്ലോ. അപ്പോൾ ഈ സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡെസേർട്ടാണ് മാംഗോ ലസ്സി. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. ഞാനിവിടെ ഇപ്പോൾ പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ മാങ്ങയ്ക്ക് മധുരം കുറവാണെങ്കിൽ പഞ്ചസാരയും കൂടി ചേർക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഡ്രിങ്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ വേനൽക്കാലത്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റിഫ്രഷിംഗ് ഡ്രിങ്ക് കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയ ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഇന്ന് നമുക്ക് മാമ്പഴം വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ലസ്സി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ പഴുത്ത മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ആദ്യം ഒന്ന് കഴുകിയ ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല മധുരമുള്ള അൽഫോൺസ മാങ്ങയോ അല്ലെങ്കിൽ സിന്ദൂരി മാങ്ങയോ വെച്ചിട്ടൊക്കെ മാംഗോ ലസ്സി തയ്യാറാക്കുകയാണെങ്കിൽ പിന്നെ സെപ്പറേറ്റ് പഞ്ചസാരയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല മധുരമുള്ള മാങ്ങയായിരിക്കും. നല്ല മധുരമുള്ള മാങ്ങ വെച്ചിട്ട് വേണം എപ്പോഴും മാംഗോ ലസ്സി തയ്യാറാക്കാൻ. അപ്പോഴാണ് ഒരു പ്രത്യേക ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്നത്. അങ്ങനത്തെ മാങ്ങയൊക്കെ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്കിന്നൊന്ന് റിമൂവ് ചെയ്ത ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനത്തെ 4 മാങ്ങയുടെയും സ്കിന്നെല്ലാം റിമൂവ് ചെയ്യണം. ഇനി നമുക്ക് ഈ മാങ്ങേനെല്ലാം ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനത്തെ 4 മാങ്ങയും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തൈരാണ്. ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള യോഗട്ട് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ലസ്സി തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇതിനകത്ത് തൈരിനകത്ത് കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് അരിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലത്തെ നല്ല തിക്കായിട്ടുള്ള യോഗട്ടാണ് കിട്ടുന്നത്. ഇനി നമുക്കിത് മിക്സിയിലേക്ക് ചേർക്കാം. അതിനകത്ത് മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങാ പീസ് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് യോഗട്ടാണ്. അങ്ങനത്തെ യോഗട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ മാങ്ങയ്ക്ക് മധുരം കുറവാണെങ്കിൽ പഞ്ചസാര ചേർക്കാം. എൻ്റെ മാങ്ങയ്ക്ക് ഇപ്പോൾ നല്ല മധുരം ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 2 പീസ് ഐസ് ക്യൂബും കൂടിയാണ്. എന്നിട്ടാണിത് നന്നായൊന്ന് അടിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് നന്നായൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ ഇതാ മാങ്ങയൊക്കെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ചേർക്കാം. ആദ്യം നമുക്കിതിലേക്ക് ഐസ് ക്യൂബ് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുള്ള മാംഗോ ലസ്സി ചേർക്കാം. അങ്ങനെ മാംഗോ ലസ്സി കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഗാർണിഷ് ചെയ്യാം. അങ്ങനത്തെ ലസ്സി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4 ബദാമും അതുപോലെ തന്നെ ഒരു 4 പിസ്ത എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി ചോപ്പ് ചെയ്തെടുക്കാം. അങ്ങനത്തെ ബദാമും പിസ്തയൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ഗാർണിഷ് ചെയ്യാം. സമ്മർ ടൈമിൽ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റിഫ്രഷിംഗ് ഡ്രിങ്കാണ് ഈ മാംഗോ ലസ്സി. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയ ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.